സ്വർണം കട്ടവൻ ആരപ്പാ സഖാക്കളാണ് അയ്യപ്പ എന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സഖാക്കള് സ്വർണ്ണമൊന്നും കട്ടിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണകളാണ്. അത് തിരുത്തണം. മനസ്സിലായ? അണ്ണ അതല്ല, നിങ്ങൾ കുറെ ദിവസം ഇവിടെ കണ്ടിട്ട് നിങ്ങളിപ്പോ എവിടെ? ഇവിടെ എന്നെ ഇവിടെ കണ്ടിട്ടെന്ന് പറഞ്ഞാലേ ഞാൻ ഒരു ലോങ് യാത്ര കഴിഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇനി വീട് വരെ വന്ന് പോകണം. ഈ ജുബ്ബ ഒന്ന് അങ്ങോട്ട് ഊരിക്കളയുക, ഈ പാൻസിനെ ഒന്ന് അങ്ങോട്ട് ഊരിക്കളയുക, പിന്നെ അവസാന ഘട്ടമായിട്ട് ഈ അണ്ടർവെയറിനെ കൂടെ ഒന്ന് ഊരിയെടുക്കണം. നിങ്ങൾ അണ്ടർവെയറിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വന്നത്. എന്റെ പഴയ കേസുകളെല്ലാം കുത്തിപ്പൊക്കി എനിക്ക് ശിക്ഷ കിട്ടുമെന്നാണ് പറയണത്. തന്നെ ആ പഴയ കേസ്? പഴയ കേസ് മറ്റേ 90-ലെ കേസ്. ഓ, നമ്മളെ മറ്റേ കുട്ടപ്പേണ്ണന്റെ വീട്ടിൽ തേങ്ങ മോട്ടിച്ച കേസ്. അത് ഇതുവരെ തീർന്നില്ല. അതിപ്പോ ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലേ, കുട്ടപ്പേണ്ണന്റെ വീട്ടിലേക്ക് കയറി തേങ്ങ വെട്ടി ഷഡിക്കകത്ത് ഇട്ടുകൊണ്ട് ഇറങ്ങിയെന്നാണ് ഈ പന്ന പൊലയാടിമാര് നാട്ടുകാരന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതും പറഞ്ഞ എന്താണെന്നറിയാമോ? പച്ച ഷട്ടി. നിങ്ങൾക്കറിയാല്, ഷട്ടി എന്ന് പറയുന്ന സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാണ്. എനിക്കൊരു സംശയം, നീ ജീവിതത്തിൽ ഇന്ന് വരെ ചട്ടി ഉപയോഗിച്ചിട്ടില്ലെന്നേ. ഞാൻ എങ്ങനെ ഇടയെ അറിയണം? എന്നാ ഈ നാട്ടുകാരന്മാരല്ലേ പറഞ്ഞോണ്ട് നടക്കണത്. ഓഹോ, അപ്പൊ കേസ് മൊത്തം പുലിവാലായി. ശിക്ഷ ലഭിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാണ് ഞാൻ നിങ്ങളെ ചോദിക്കുന്നത്. എന്ത് ചെയ്തിട്ട്? ഞാൻ ഇപ്പൊ അതിനുള്ള വഴി പറഞ്ഞു. ഓഹോ, 20 മുതലൊക്കെ കിട്ടി. കോടതിയിലിരിക്കുക. അപ്പൊ ഈ പച്ച ചട്ടി ഇപ്പൊ കോടതിയിലാണ്. പച്ച ചട്ടി കോടതിയിലാണ്. ഇവിടെ ഇതൊരു നിസ്സാര കേസല്ലേ ഉള്ളൂ. എന്താണ് അത്? നീ ഒരു കാര്യം ചെയ്യണം. നേരെ ഒരു കടയിൽ പോകണം. പോയിട്ട് നല്ല കൂടിയ ഒരു ചട്ടി, അല്ലെങ്കിൽ വേണ്ട, ഫുട്പാത്തിൽ പോയി ഒരു 30-ന്റെ ചട്ടി വാങ്ങി. ചട്ടി വാങ്ങിയപ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവപ്പ് കളർ ചട്ടിയെ വാങ്ങിക്കണം. ചുവപ്പ് കളർ. എന്നിട്ട് നീ നേരെ ഒരു തയ്യക്കടയിൽ കൊണ്ടുപോകണം. എന്നിട്ട് അതിന്റെ സൈസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യും, ഈ പച്ച ചട്ടിക്ക് വരെ ഉണ്ടല്ലോ, ഈ ചുവപ്പ് ചട്ടി എടുത്ത് അടിച്ചു വിടറേ. കേസ് ഊരിയില്ലേ തന്നെ? അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നു, ഉൽപ്പാത്തി പോകുന്നു, ഒരു ചുമന്ന ഷട്ടി വാങ്ങിക്കുന്നു, ഇറക്കം ഒന്ന് കുറയ്ക്കുന്നു, എന്നിട്ട് നേരെ കൊണ്ട് കൊടുക്കുന്നു. എന്റെ പൊന്ന് തമ്പുരാനെ, അപ്പൊ ഈ കേസിന് ഞാൻ രക്ഷപ്പെട്ടല്ലേ? ഉറപ്പായിട്ടും രക്ഷപ്പെടും.